നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. തൃശൂർ പൂരം കലക്കിയത് മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ബിജെപിയെ സഹായിക്കാനാണ് തൃശൂർ പൂരം കലക്കിയത്. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് അടിയന്തരമായി പുറത്തുവിടണമെന്ന് മുൻ മന്ത്രി വി എസ് സുനിൽകുമാർ. ആവശ്യമുന്നയിച്ച് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകും. ഒരു വർഷം മുമ്പ് പെൺകുട്ടിയെ പീഡിപ്പിച്ച വൈദികനെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തു. മാള പ്ലാവിൻമുറി ദേവാലയ വികാരിയായിരുന്ന റീസ് വടാശ്ശേരിക്കെതിരെയാണ് മാള പോലീസ് കേസെടുത്തത്. വാർത്തകൾ വിശദമായി. തൃശൂർ പൂരം കലക്കിയത് മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ബിജെപിയെ സഹായിക്കാനാണ് തൃശൂർ പൂരം കലക്കിയത്. തൃശൂരിൽ കമ്മീഷണർ അഴിഞ്ഞാടുകയായിരുന്നുവെന്നും സതീശൻ പറഞ്ഞു. തൃശൂർ പൂരം കലക്കിയതാണ് പോലീസ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടുകൂടി ബിജെപിയെ സഹായിക്കാൻ തൃശൂർ പൂരം കലക്കിയ ഒരു ഹൈന്ദവ വികാരം ഉണ്ടാക്കി ബിജെപിയെ സഹായിക്കാൻ വേണ്ടി മനഃപൂർവ്വമായി ചെയ്ത ഒരു നടപടിയെടുത്തില്ലല്ലോ. അതിൻ്റെ അകത്ത് രാവിലെ മുതൽ പിറ്റേ ദിവസം വെളുപ്പിന് വരെ അഴിഞ്ഞാടിയെന്നാ പറയണത്. ഈ കമ്മീഷണർ അഴിഞ്ഞാടിയ ജില്ലയിൽ 2 മന്ത്രിമാരുണ്ടായിരുന്നു. അവർ ചോദ്യം ചെയ്തോ? ഈ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ, അതേ ഉറങ്ങിക്കിടക്കുമല്ലോ. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് അടിയന്തരമായി പുറത്തുവിടണമെന്ന് മുൻ മന്ത്രി വി എസ് സുനിൽകുമാർ. ആവശ്യം ഉന്നയിച്ച് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകും. ADGP MR അജിത് കുമാറിന് അതിൽ പങ്കുണ്ടോ എന്ന് അറിയില്ല. പൂരം കലക്കാൻ നേതൃത്വം നൽകിയവർ ആരായാലും അത് പുറത്തു വരണമെന്നും സുനിൽകുമാർ പറഞ്ഞു. ADGP അജിത് കുമാറിന് പങ്കുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് വ്യക്തമായ വിവരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈ അൻവർ പറഞ്ഞ കാര്യങ്ങളല്ലാതെ എൻ്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറയാനുള്ളത്, തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ആ പൂരം അലങ്കോലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. ഒരു ചടങ്ങുകളിൽ അതുവരെ പങ്കെടുക്കാതിരുന്ന BJP സ്ഥാനാർത്ഥി നാടകീയമായ ആ സമയത്ത് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു എന്നുള്ളത് കൂട്ടി വായിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചന എല്ലാവർക്കും മനസ്സിലാവും. എന്ന് മാത്രമല്ല, പൂരം അലങ്കോലപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചത് സർക്കാരാണെന്നും അതിൻ്റെ പിന്നിൽ LDF ആണെന്നും പ്രചരണം നടത്തി അന്നത്തെ LDF സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്കെതിരെയും അല്ലെങ്കിൽ LDFനെതിരെയും ജനവികാരം തിരിച്ചുവിടാൻ വേണ്ടി ശ്രമിച്ച ആളുകളാണ് അന്നത്തെ BJPയും അവിടുത്തെ RSS ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ. ഒരു വർഷം മുമ്പ് പെൺകുട്ടിയെ പീഡിപ്പിച്ച വൈദികനെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തു. മാള പ്ലാവിൻമുറി ദേവാലയ വികാരിയായിരുന്ന റീസ് വടാശ്ശേരിക്കെതിരെയാണ് മാള പോലീസ് കേസെടുത്തത്. പെൺകുട്ടിയെ പീഡിപ്പിച്ചതിനു ശേഷം ഇയാൾ നിരന്തരമായി മെസ്സേജ് അയച്ച് ശല്യം ചെയ്തതായും പരാതിയുണ്ട്. കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ നിന്ന് മോഷണം പോയ ബസ് കണ്ടെത്തി. ബസിന്റെ പഴയ ഡ്രൈവർ ഷംനാഥാണ് ബസ് കടത്തിക്കൊണ്ടുപോയത്. കുന്നംകുളം ഗുരുവായൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഷോണി ബസ്സാണ് മോഷണം പോയത്. ഇന്ന് പുലർച്ചെ 4:10 ബസ് മോഷണം പോയ വിവരം ഉടമ അറിയുന്നത്. 4:13 ബസ് കുന്നംകുളം പഴയ സ്റ്റാൻഡിന് മുൻപിലെ CCTV ക്യാമറയിലും 4:19 ചാട്ടുകുളത്തെ CCTV ക്യാമറയിലും മോഷ്ടാവ് ബസ് ഓടിച്ചു പോകുന്നതിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. പുലർച്ചെ ബസ് ഉടമ ഷോണി പുതിയ ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്ത് ബസ് എടുക്കാൻ എത്തിയപ്പോഴാണ് ബസ് കാണാതായത്. തുടർന്ന് കുന്നംകുളം പോലീസിൽ പരാതി നൽകി. കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിൽ മേഖലയിലെ CCTV ക്യാമറകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് മോഷ്ടാവിനായി അന്വേഷണം ആരംഭിച്ചിരുന്നു. ഇതിനിടയിലാണ് പഴയ ഡ്രൈവർ തന്നെ പിടിക്കപ്പെട്ടേക്കാമെന്ന ആശങ്കയെ തുടർന്ന് ബസ് ഗുരുവായൂർ മേൽപ്പാലത്തിനു കീഴിൽ ഉപേക്ഷിക്കുകയായിരുന്നു. അതേസമയം രാത്രിയിൽ മറ്റ് യാത്രാമാർഗങ്ങൾ ഇല്ലാത്തതിനാലാണ് ബസ് എടുത്തുകൊണ്ടുപോയതെന്ന് ഡ്രൈവർ പോലീസിന് മൊഴി നൽകി. പ്രതി മദ്യലഹരിയിലാണോ എന്ന് പരിശോധിച്ചു വരികയാണ് പോലീസ്. മീഡിയ ടൈം, തൃശൂർ. മാള അഷ്ടമിച്ചിറ ജംഗ്ഷനിലും പരിസരങ്ങളിലുമായി 6ഓളം തെരുവ് നായ്ക്കളെ ചത്ത നിലയിൽ കണ്ടെത്തി. കഴിഞ്ഞ മാസം അഷ്ടമിച്ചിറയിൽ വനിതാ ഡോക്ടറെ ആക്രമിച്ചതിനെ തുടർന്ന് വാക്സിനേഷൻ നൽകി ബ്ലോക്ക് പഞ്ചായത്തിന്റെ മൃഗാശുപത്രിയിൽ നിരീക്ഷണത്തിലിരിക്കെ രക്ഷപ്പെട്ടുപോയ തെരുവുനായ ഉൾപ്പെടെ 6ഓളം തെരുവ് നായ്ക്കളെയാണ് ചത്ത നിലയിൽ കണ്ടെത്തിയത്. എങ്ങനെയാണ് നായ്ക്കൾ ചത്തതെന്ന വിവരം ലഭ്യമായിട്ടില്ല. എന്തായാലും ആക്രമണകാരികളായ നായ്ക്കൾ ചത്തതിൽ പ്രദേശവാസികൾ ആശ്വാസത്തിലാണ്. ഒളിവിലായിരുന്ന മോഷണക്കേസ് പ്രതി അറസ്റ്റിൽ. നിരവധി കളവ് കേസുകളിൽ പ്രതിയായ മാള മടത്തുംപടി സ്വദേശി വാഴക്കൂട്ടത്തിൽ സന്തോഷിനെയാണ് ഇരിങ്ങാലക്കുട DYSP KG സുരേഷും ആളൂർ ഇൻസ്പെക്ടർ KM ബിനീഷും സംഘവും പിടികൂടിയത്. ഒളിവിലായിരുന്ന ഇയാൾക്കെതിരെ വാറന്റ് നിലവിലുണ്ടായിരുന്നു. ചെറുപ്പം മുതൽ തന്നെ കളവ് കേസുകളിൽ പ്രതിയായ ഇയാൾ
ആളൂർ, പുത്തൻവേലിക്കര സ്റ്റേഷനുകളിൽ പിടികിട്ട പുള്ളിയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ പൂരം കലക്കിയത് മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ബിജെപിയെ സഹായിക്കാനാണ് തൃശൂർ പൂരം കലക്കിയത്. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് അടിയന്തരമായി പുറത്തുവിടണമെന്ന് മുൻ മന്ത്രി വി എസ് സുനിൽകുമാർ ആവശ്യമുന്നയിച്ച് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകും. ഒരു വർഷം മുമ്പ് പെൺകുട്ടിയെ പീഡിപ്പിച്ച വൈദികനെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തു. മാള പ്ലാവിൻമുറി ദേവാലയ വികാരിയായിരുന്ന റീസ് വടാശ്ശേരിക്കെതിരെയാണ് മാള പോലീസ് കേസെടുത്തത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.